അമൽ ജ്യോതി കോളേജുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ ക്രൈസ്തവർക്ക് മറ്റൊരു പാഠം കൂടി നൽകുന്നു. സ്വന്തം വിശ്വാസത്തെയോ സഭയെയോ സഭാ സ്ഥാപനങ്ങളെയോ പരസ്യമായി സംരക്ഷിച്ചു പറയാൻ ക്രൈസ്തവ ചെറുപ്പക്കാർ തുനിയരുത്. തുനിഞ്ഞാൽ അവരെ വകവരുത്തുവാൻ സജ്ജരായി സൈബറിടത്തിലെങ്കിലും ആളുകളുണ്ട്. അവരിൽ നാമമാത്ര ക്രൈസ്തവരുമുണ്ട്. ക്രൈസ്തവ യുവത സ്വന്തം വിശ്വാസത്തെ സാക്ഷ്യപ്പെടുത്തുന്നത് മഹാവർഗീയത എന്ന മട്ടിൽ പ്രചരിപ്പിക്കുന്നവരുമുണ്ട്. വേറെ ചിലരാകട്ടെ ക്രൈസ്തവ ചെറുപ്പക്കാർ പൊതുസമൂഹത്തിൽ വിശ്വാസ ജീവിതം മൂടി പിടിക്കണമെന്ന് അനുശാസിക്കുന്നു. അല്ലാഞ്ഞാൽ പിന്തിരിപ്പന്മാരും സങ്കുചിത മനസ്കരും വർഗീയവാദികളുമെന്ന് ചിത്രീകരണം. സ്വയം ആർക്കോ വിലയ്ക്ക് കൊടുത്ത ചില ക്രൈസ്തവ നാമധാരികൾക്കൊപ്പം ഇതേ സൈബർ ഹിംസയിലും വേട്ടയിലും പങ്കുചേരാൻ പകവിളഞ്ഞ വേറെ നിരവധി പേരുമുണ്ട്. പ്രണയക്കെണിയെയും നാർക്കോ കെണിയെയും കുറിച്ച് ഒരു പിതാവ് ക്രൈസ്തവ സമൂഹത്തെ ഉപദേശിച്ച നാൾ മുതൽ വിദ്വേഷ പ്രചാരണം തുടങ്ങിയവരിൽ ചിലർ. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങളിൽ ഒന്നാണ് അലോഹ ബെന്നി എന്ന പെൺകുട്ടിയുടെ അനുഭവം. അമൽ ജ്യോതി കോളേജിനു വേണ്ടി ശക്തമായി പ്രസംഗിച്ചതു മുതൽ ആ കുട്ടിക്കെതിരെ സമൂഹ മാധ്യമങ്ങൾ പലതിലും നടക്കുന്നത് ഹിംസാത്മക പ്രചാരണം. പ്രസംഗത്തിന്റെ ക്ലിപ്പിംഗ് പ്രദർശിപ്പിച്ച് വർഗീയവാദി എന്ന് താറടിക്കാനുള്ള ശ്രമം. കാപട്യവും ദുഷ്ടലാക്കും പേറുന്ന ചില യൂട്യൂബ് ചാനലുകളിലും അവയിലെ അഭിപ്രായ പ്രകടനങ്ങളിലും അത് തകൃതിയായി തുടരുന്നു. ഒരു കൂട്ടർക്ക് കപട മതേതരത്വമാണ് നോവിന് കാരണമെങ്കിൽ മറ്റു ചിലർക്ക് സമുദായ പക. അത് ആർക്കെന്നും എന്തിനെന്നും പ്രത്യേകം പറയേണ്ടതില്ല. എന്താണ് അലോക ചെയ്ത തെറ്റ്? വിദ്യാർത്ഥിനി ജീവനൊടുക്കിയതിനെ തുടർന്ന് അമൽ ജ്യോതി കോളേജിനെതിരെ നടന്ന സമരങ്ങളെ കുറിച്ച് രണ്ടു കാര്യങ്ങൾ വ്യക്തമാക്കി. കേൾക്കുന്നവർക്ക് ബോധ്യമാകുന്ന വിധം. ഒന്ന്, സമരം എന്ന പേരിൽ കോളേജിനെതിരെ ആസൂത്രിതമായി നടന്ന പ്രത്യക്ഷ പരോക്ഷ ആക്രമണങ്ങളിൽ പങ്കെടുത്തത് മുൻ പറഞ്ഞ പകയുടെ വാഹകരും അവർ നിയോഗിച്ചവരുമാണെന്ന്. രണ്ട്, അതിൽ പങ്കെടുത്ത സ്ത്രീ വേഷങ്ങളിൽ പലരും പ്രണയകെണിക്ക് സഹായകരാണെന്നും ഇത്തരം സംഭവങ്ങൾ തൻ്റെ നാട്ടിൽ ആവർത്തിക്കുന്നുണ്ടെന്നും. സമരത്തിൽ പങ്കെടുക്കാനെത്തിയ സ്ത്രീ വേഷങ്ങൾ ഏത് കൂട്ടരാണെന്ന് കോളേജ് അധികൃതർക്ക് മാത്രമല്ല, അവരെത്തിയ വാഹനങ്ങളും അവയുടെ ഉറവിടങ്ങളും തിരിച്ചറിഞ്ഞവർക്കെല്ലാം ബോധ്യപ്പെട്ടതാണ്. സമീപകാലത്ത് ജീവനൊടുക്കിയ മറ്റു പെൺകുട്ടികൾക്ക് വേണ്ടി വാ തുറക്കുക പോലും ചെയ്യാത്ത സ്ത്രീവേഷങ്ങൾ ശ്രദ്ധ എന്ന പെൺകുട്ടിയുടെ പേര് പറഞ്ഞ് ശിരസ് മൂടി അമൽ ജ്യോതിയിലേക്ക് പ്രയാണം നടത്തിയതിൻ്റെ പ്രേരണ എന്തെന്നറിയാൻ ഏറെ ഊഹക്രയുകയൊന്നും ആവശ്യമില്ലല്ലോ. അവരെ നടത്തിയവരെ ബാധിച്ചതും അവർ സ്വന്തക്കാരിൽ കുത്തിവെച്ചതുമായ ക്രൈസ്തവ വിരുദ്ധതയുടെ കനമറിയാൻ എവിടെയും പോകേണ്ടതുമില്ല. വിദ്വേഷം പേറുന്ന ഇക്കൂട്ടരാണ് ക്രൈസ്തവ സ്ഥാപനങ്ങളെ ഏറ്റവും ഒടുവിൽ അമൽ ജ്യോതിയെ തകർക്കാനുള്ള ശ്രമങ്ങളെ നിശ്ചിതമായി എതിർത്തതിന് പെൺകുട്ടിക്കെതിരെ സമുദായ വിദ്വേഷം ആരോപിച്ചതും കമന്റുകളിലൂടെ വിദ്വേഷം വിതറിക്കൊണ്ടിരിക്കുന്നതും. അത്ഭുതപ്പെടേണ്ട, അവരുടെ നാവാകാൻ ചില നാമമാത്ര ക്രൈസ്തവർ തന്നെ ബിഷപ്പിനെതിരെ വർഗീയത ആരോപിച്ചു കേമത്തം നടിക്കുന്നതും സമൂഹ മാധ്യമ കാഴ്ച തന്നെ. ഇത് ക്രൈസ്തവർക്ക്, പ്രത്യേകിച്ച് ക്രൈസ്തവ യുവതയ്ക്കുള്ള പാഠമാണ്. നിങ്ങൾ സ്വന്തം വിശ്വാസത്തെയും സഭയെയും പരസ്യമായി ഉയർത്തിപ്പിടിച്ചാൽ വിശ്വാസത്തിന്റെ ശത്രുക്കൾക്കത് കനത്ത വിഘാതവും ആഘാതവുമാകും. പ്രണയക്കെണിക്കെതിരെ ഒരു ക്രൈസ്തവ പെൺകുട്ടി ഇത്ര ശക്തമായി പറയുന്നത് തങ്ങളുടെ ഗൂഢപദ്ധതിക്ക് കനത്ത വിഘാതമുണ്ടാക്കും എന്ന ചിലരുടെ രോഷം ചെറുതല്ല. അതുതന്നെയാണ് അവരുടെ സൈബർ ആക്രമണങ്ങളുടെ അടിസ്ഥാനം. ഇതിന് ഉത്തരമാകേണ്ടത് കൂടുതൽ ക്രൈസ്തവരുടെ പ്രതികരണങ്ങളാണ്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെയും സമുദായത്തെയും ഉയർത്തിപ്പിടിക്കാൻ കൂടുതൽ അലോഹമാരും ആൺകുട്ടികളും മുന്നോട്ട് വന്നാൽ
പരാജയപ്പെടുക തന്നെ ചെയ്യും വിദ്വേഷ നീക്കങ്ങൾ.